നമുക്ക് ജനുവരി മാസത്തിൽ ഏതെല്ലാം കൃഷികൾ ചെയ്യാമെന്ന് നോക്കാം. അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ശീതകാല പച്ചക്കറികളായ ക്യാരറ്റ്, ബീട്രൂട്ട്, അതുപോലെ തന്നെ ക്യാബേജ്, കോളിഫ്ലവർ. ഇതെല്ലാം വിത്തുകൾ വാങ്ങിച്ചല്ല, തൈകൾ വാങ്ങിച്ച് നടേണ്ട. ഇപ്പോഴും നമുക്ക് തൈകൾ വാങ്ങിച്ച് നട്ട് കൊടുക്കാം കേട്ടോ. വിത്തുകൾ വാങ്ങിച്ച് നടേണ്ട സമയം നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ വഴുതനയാണ്. വഴുതനയും നമുക്ക് ഈ സമയത്ത് നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റും. പിന്നെയെന്ന് വെച്ചാൽ പച്ചമുളകാണ്. പച്ചമുളകും നമുക്ക് ഈ സമയത്ത് നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന പച്ചക്കറിയാണ് കേട്ടോ. പിന്നെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് തക്കാളിയും നമുക്ക് ഈ സമയത്ത് നല്ല രീതിയിൽ കൃഷി ചെയ്യാം. പിന്നെ വെണ്ട നമുക്ക് എല്ലാ ടൈപ്പ് വെണ്ടകളും നമുക്ക് ഈ സമയത്ത് കൃഷി ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് ചീര. എല്ലാ ടൈപ്പ് ചീരകളും നമുക്ക് ഈ സമയത്ത് കൃഷി ചെയ്യാൻ പറ്റും. ചുവന്ന ചീര, അതേപോലെ തന്നെ പച്ചച്ചീര, മയിൽപ്പീലി ചീര, പാൽ ചീര, അങ്ങനെയുള്ള എല്ലാ തരം ചീരകളും, വ്ലാത്താങ്കര ചീര, അങ്ങനെയുള്ള എല്ലാ ടൈപ്പ് ചീരകളും നമുക്ക് ഈ സമയത്ത് കൃഷി ചെയ്യാൻ പറ്റും കേട്ടോ. ഇതൊക്കെ നമ്മൾ ചെറിയ തക്കാളി തൈകൾ നട്ട് എല്ലാത്തിനും പൂക്കളും കായ്കളൊക്കെ ആയി തുടങ്ങിയതാണ്. ഇത് നമ്മുടെ പച്ചമുളകിൻ്റെയാണ്. പിന്നെ അതേപോലെ തന്നെ പടർന്ന് കയറുന്ന എല്ലാ ടൈപ്പ് പച്ചക്കറികളും നമുക്ക് ഈ സമയത്ത് കൃഷി ചെയ്യാം. അതേപോലെ തന്നെ എല്ലാ ടൈപ്പ് പയറുകളും നമുക്ക് ഈ സമയത്ത് കൃഷി ചെയ്യാൻ പറ്റും. പിന്നെ പാവൽ, പടവലം, അങ്ങനെയുള്ള എല്ലാ ടൈപ്പ് പച്ചക്കറികളും നമുക്ക് ഈ സമയത്ത് കൃഷി ചെയ്യാൻ പറ്റും. ഒട്ടുമിക്ക എല്ലാ ടൈപ്പ് പച്ചക്കറികളും നമുക്ക് ഈ സമയത്ത് കൃഷി ചെയ്യാൻ പറ്റും കേട്ടോ. കാരണം പറഞ്ഞാൽ അത്യാവശ്യം വെയിലും മഞ്ഞും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം പച്ചക്കറികളൊക്കെ നമുക്ക് പിടിച്ച് കിട്ടുകയും ചെയ്യും.